ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബീഫ് വെച്ചിട്ട് നല്ല ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. മാവ് കുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു അടിപൊളി എളുപ്പത്തിലുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഒരു കൂട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2.5 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. ആ ഒരു 2 തക്കാളിയും നല്ല പോലെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പലഹാരത്തിന് വേണ്ടി ഈ ഒരു കൂട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു കൂട്ട് തയ്യാറായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇതുപോലെ ചെറിയ സ്പൂൺ അളവിൽ 2 സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം ഇതെല്ലാം ഒന്നിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനേ ഉള്ള പെരുംജീരകം ആയതുകൊണ്ടാണ് ഒന്നിച്ച് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല പോലെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അല്ലാതെ നല്ല പോലെ കുഴഞ്ഞു കിട്ടാനാണെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. ബീഫ് നമ്മൾ സാധാരണ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബീഫാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറികളിൽ ബാക്കി വരുന്ന പീസായാലും മതി. എന്തായാലും ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരേക്കും മാത്രം മതി. നന്നായിട്ട് കുഴഞ്ഞു പോവണ്ട. 2 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ദാ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൽ കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ എണ്ണയിൽ മാത്രം കിടന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഊറി വരുന്നുണ്ടെങ്കിൽ തന്നെ അത് വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. ഇപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആട്ടപ്പൊടിയിലും ചെയ്തെടുക്കാം, മൈദയിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്കും കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 നുള്ള് ഗരം മസാലപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ആദ്യം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒരുപാടങ്ങ് ലൂസായി പോകരുത്, കുറച്ച് കട്ടിയായിട്ട് വേണം ഇരിക്കേണ്ടത്. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കൂടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ്. ഒന്നിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മാവിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഈ മാവ് ഇരിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കൈ രണ്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ അളവിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇതേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ ഒന്നുകൂടി നനച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിൽ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം.
ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് മുകളിലേക്ക് കൂടി കുറച്ച് മാവ് എടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരെ ഇതങ്ങെടുത്ത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ അതേപോലെ ചെയ്തിട്ട് ഈ ഒരു പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ബീഫിൽ മാത്രമല്ല ചിക്കനിലോ മട്ടനിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് കൊള്ളുന്ന അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂണിൽ കുറച്ച് എണ്ണ ഇതിന് മുകളിലേക്കായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ നേരത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് ഒലിച്ച് ഒന്നുകൂടി പരന്നു പോകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് മുകൾ ഭാഗം വെന്തത് കൊണ്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്താലും കാണാനൊരു നല്ലൊരു ഭംഗിയായിട്ട് വരും. ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറിയും തിരിഞ്ഞും ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. മുകൾ ഭാഗം കുറച്ച് എണ്ണ കോരി ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വേവാനായിട്ട് ഇനി ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പാനിൽ ഇതുപോലെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണ കുടിക്കുകയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇതാ ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.